ഒരുപാട് ചാൻസ് ഉണ്ടെങ്കിലും നമ്മുടെ ഗോളി അർജന്റീനയുടെ ഗോളി മാർട്ടിനസ് സേവ് ചെയ്തുകൊണ്ട് മാത്രമാണ് അർജന്റീന അത്രയും നേരം പിടിച്ചു നിൽക്കാൻ പറ്റിയത് തന്നെ. അല്ലെങ്കിൽ നേരത്തെ അതായത് ഹാഫ് ടൈമിന് മുന്നേ തന്നെ 1-2 കയറിയാണ്. എന്നിരുന്നാലും അവസാനം വന്ന ആ ഷൂട്ടറിലൂടെ ഗോൾ നേടിയപ്പോൾ നമുക്കുണ്ടായ ആവേശം ഉണ്ടല്ലോ, അത് വേറെ തന്നെയായിരുന്നു. എനിവേ അപ്പോൾ വലിയൊരു ആവേശമാണ്. എന്തായാലും നമുക്ക് ഈ കളിയിൽ അർജന്റീനയുടെ ഗോളിയുടെ ഒറ്റ മികവാണ്. അല്ലെങ്കിൽ മെസ്സിയല്ല താരം, അർജന്റീന ഗോളി. ടീമിന്റെ ആരാധകനാണ്? ഏത് ടീമിന്റെ ആരാധകനാണ്? ഞാൻ അസൽ ബ്രസീലിന്റെ ആരാധകൻ. സന്തോഷമായി ഇന്നത്തെ മത്സരം. പിന്നെ വേറൊന്നുമല്ല, മെസ്സി ഈ കപ്പ് നേടണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാല് ഇനി മെസ്സി കളിക്കാൻ പാടില്ല. അപ്പൊ എന്തായാലും അർജന്റീനയുടെ തോൽവി ആഘോഷമാക്കാണ് ഇവിടുത്തെ ആരാധകർ. നമുക്ക് ബാക്കി ആരാധകരോട് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എന്തായാലും രണ്ടൊരു പ്രതി സ്റ്റെപ്പ് ഇടുന്ന ആളുകളുണ്ട്. എന്തായാലും ചേട്ടാ, മത്സരം എങ്ങനെയുണ്ടായിരുന്നു? മത്സരം വളരെ അപ്പൊ എന്തായാലും മത്സരത്തെ പറ്റി പറയാൻ നമുക്ക് ആളിനെ ചോദിക്കാം. എന്തായാലും അർജന്റീന ആരാധകര് എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നല്ലായിരുന്നു. അർജന്റീന ആരാധകരാണോ? അല്ല, സ്പെയിനാ. അപ്പൊ നിങ്ങൾ കിരീടം പോവാ. ഓക്കെ, എന്തായാലും സ്പെയിന്റെ ആരാധകരൊക്കെ ഇപ്പോൾ വലിയ ആവശ്യം തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ചേട്ടാ, എങ്ങനെ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ആർക്കും ഒന്നും പറയാനല്ല തോന്നുന്നു. എന്തായാലും നമുക്ക് ബാക്കിയുള്ളവരെ ചോദിക്കാം. കൊച്ചിയിലും വലിയ ആഘോഷത്തിലാണ് ആളുകൾ. നമുക്ക് കാണാം, ആ ദൃശ്യങ്ങളിൽ കാണാം, പടക്കം പൊട്ടിച്ചൊക്കെ ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ശവമഞ്ചം ഏറ്റുവാങ്ങി ആരാധകർ നടന്നു പോകുന്നുണ്ട്. വലിയ ആഘോഷം. അത് പൂർണ്ണമായും സ്പെയിൻ ആരാധകർ തന്നെയല്ല, പലരും അർജന്റീന വിരുദ്ധരായ ആരാധക കൂട്ടം ആ ആഘോഷവും തുടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂരിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, തൃശ്ശൂരിലും ഒരുപാട് ഫുട്ബോൾ ആരാധകർ ഈ ബിഗ് സ്ക്രീനിലൊക്കെ വന്ന് കളി കാണാൻ വേണ്ടി വന്നു. വലിയ ആവേശത്തോടെ കണ്ടു. ഏറ്റവും ഒടുവിൽ അർജന്റീനയുടെ പരാജയം. നമുക്കിപ്പോൾ കാണാം ഗുഡ് ബൈ ഫിഫ ബോയ് എന്ന ബാനർ ചില ആരാധകർ ഉയർത്തുന്നത്. അത് അർജന്റീന വിരുദ്ധരായ ചില ആരാധകർ ഉയർത്തുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ ഫിഫ ബോയ്ക്ക് ഈ ലോകകപ്പ് ഫൈനലിൽ ഇങ്ങനെ ഒരു വിധി ഉണ്ടായി എന്നത് കൂടി ഒരു മറു ചോദ്യമാണ്. എന്തായാലും